നമസ്കാരം. ഒരു കുവൈറ്റി ദിനാർ കയ്യിലുണ്ടെങ്കിൽ ഇന്നത്തെ വിലയ്ക്ക് 271 ഇന്ത്യൻ രൂപ കിട്ടും. കുവൈറ്റി ദിനാർ അമേരിക്കൻ ഡോളറിനേക്കാൾ ശക്തനാണോ? തീർച്ചയായും ശക്തനാണ് എന്നതാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ കുവൈറ്റിനെ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഈ വീഡിയോയിലൂടെ ഇതിന് ഉത്തരം കാണാൻ ശ്രമിക്കാം. കുവൈറ്റി ദിനാറിൻ്റെ ഉയർന്ന മൂല്യത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആ കറൻസിയുടെ ചരിത്രം കൂടി അറിയേണ്ടതുണ്ട്. 1961 കുവൈറ്റിന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതിനുശേഷം കുവൈറ്റി കറൻസി ലാ എന്നൊരു നിയമം ഉണ്ടാവുകയും അത് കുവൈറ്റി കറൻസി ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ കുവൈറ്റി കറൻസി ബോർഡാണ് പിന്നീട് കുവൈറ്റി സെൻട്രൽ ബാങ്ക് ആയിട്ട് മാറിയത്. അതോടെ ആ രാജ്യം സ്വന്തമായി കറൻസിയും അടിക്കാൻ തുടങ്ങി. അങ്ങനെ കുവൈറ്റി ദിനാർ പിറവിയെടുത്തു. അതിനു മുൻപ് വരെ ഇന്ത്യ ഗവൺമെൻറ് പ്രിന്റ് ചെയ്യുന്ന ഗൾഫ് റുപ്പിയായിരുന്നു അവിടുത്തെ കറൻസി. 1966 വരെ ഗൾഫ് റുപ്പിയും കുവൈറ്റിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇതിൻ്റെ മൂല്യം ഇടിയുകയുണ്ടായി. അതിനാൽ ഗൾഫ് റുപ്പി പിന്നീട് പിൻവലിച്ചു. 1000 ഫിൽസ് ചേരുന്നതാണ് ഒരു കുവൈറ്റി ദിനാർ. ആ രാജ്യത്ത് അച്ചടിക്കുന്നതിൽ വെച്ച് ഏറ്റവും മൂല്യമേറിയ ബാങ്ക് നോട്ട് 20 ദിനാറിൻ്റെയാണ്. നമ്മൾ ഇന്ത്യക്കാർ 2000 രൂപ വരെ അടിച്ചിരുന്നപ്പോഴും കുവൈറ്റുകാർ 20 ദിനാറിൽ നിർത്തി. 20 ദിനാർ എന്നത് ഇപ്പോഴത്തെ വിലയ്ക്ക് ഏകദേശം 5400 ഇന്ത്യൻ രൂപ വരും. എന്തുകൊണ്ട് ആ രാജ്യത്തിന്റെ കറൻസിക്ക് ഇത്രയധികം മൂല്യം എന്നതിന്റെ ഉത്തരമാണ് പ്രകൃതി കനിഞ്ഞു നൽകിയ എണ്ണ സമ്പത്തും ആ രാജ്യത്തിന്റെ ശക്തമായ സാമ്പത്തിക നയങ്ങളും. ലോകത്തിലെ ക്രൂഡ് ഓയിൽ സമ്പത്തിന്റെ കാര്യത്തിൽ 6ാം സ്ഥാനത്തും അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്തുമാണ് കുവൈറ്റ്. ഇവരുടെ കയറ്റുമതി ഇറക്കുമതി അനുപാതം നോക്കിക്കഴിഞ്ഞാൽ കയറ്റുമതി വഴി ലഭിക്കുന്ന തുക ഇറക്കുമതിക്ക് ആവശ്യമായ തുകയുടെ ഇരട്ടിയാണ്. ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ നിർണ്ണയിക്കുന്നതിൽ ഇതൊരു പ്രധാന ഘടകമാണ്. ഇന്ത്യയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇറക്കുമതിയാണ് കൂടുതൽ. കുവൈറ്റിന്റെ കറൻസി ശക്തിപ്പെടാനുള്ള മറ്റൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ദൃഢമായ സാമ്പത്തിക നയങ്ങളാണ്. ഇതിൽ അവർ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതും പലിശ നിരക്കുകൾ നിർണ്ണയിക്കുന്നതും എല്ലാം പെടും. ഇവരുടെ കരുതൽ ധനശേഖരം എല്ലാ കാലത്തും ശക്തമായി നിലനിൽക്കാൻ വേണ്ടി അവിടുത്തെ സെൻട്രൽ ബാങ്ക് എപ്പോഴും നടപടികൾ എടുക്കാറുണ്ട്. അടുത്തൊരു കാര്യമെന്നുള്ളത് ലോകം മുഴുവൻ വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന US കറൻസി പോലെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് കറൻസി അല്ല കുവൈറ്റി ദിനാർ. ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ലോകത്തിലെ പ്രധാനപ്പെട്ട മറ്റ് കറൻസികളുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് എല്ലാ കാലത്തും ഏകദേശം ഒരേ മൂല്യത്തിൽ തന്നെ കുവൈറ്റി ദിനാർ നിലനിൽക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നാം, അമേരിക്ക ശക്തമായ രാജ്യമല്ലേ, US ഡോളർ ശക്തമായ കറൻസിയല്ലേ എന്നൊക്കെ. അമേരിക്ക ലോകം മുഴുവൻ വലിയേട്ടൻ കളിക്കുമ്പോഴും അവരുടെ കറൻസിയുടെ മൂല്യം ലോകത്തിൽ 10ാം സ്ഥാനത്ത് മാത്രമാണ്. ഇതിന്റെ കാരണങ്ങളിലേക്ക് കടന്നാൽ അവിടുത്തെ വിലക്കയറ്റം ഉയർന്ന നിലയിലാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലേതുപോലെ തന്നെ വ്യാപാര കമ്മിയാണ്. അതായത് ഇറക്കുമതി കയറ്റുമതിയേക്കാൾ മുകളിലാണ്. ഇത് കറൻസിയുടെ വാല്യൂവിനെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സമ്പത്തും ആസ്തിയുമുള്ള രാജ്യം ഇപ്പോഴും അമേരിക്ക തന്നെയാണ്. പോരാത്തതിന് ശക്തമായ സൈനിക ബലവുമുണ്ട്. മണി പവറും മസിൽ പവറും ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇവർ നിയന്ത്രിക്കുന്നു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ കറൻസി ലോക കറൻസിയായി മാറുകയും ചെയ്തു. ഇതൊക്കെയാണ് US കറൻസി ഇപ്പോഴും ഗ്ലോബൽ കറൻസിയായി തുടരുന്നതിന്റെ കാരണവും. ഇതിന്റെ ഏറ്റവും വലിയ അപകടം US-ലെ വിലക്കയറ്റം ലോക രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ലോക രാജ്യങ്ങളും ഡോളർ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായി അവരവരുടെ കറൻസിയിൽ വ്യാപാരം ആരംഭിച്ചത്. പിന്നെ കുവൈറ്റിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ വ്യക്തികൾക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല, കമ്പനികളിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നുണ്ട്. ലോകം ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നിടത്തോളം കാലം കുവൈറ്റ് കറൻസിയുടെ അപ്രമാദിത്വം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.